ഒരു ചോദ്യം, റെസ്മിൻ അന്ന് വേസ്റ്റ് നിലത്തിട്ട് അടിച്ചു വരിപ്പിച്ചില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വേസ്റ്റ് ഒക്കെ അത് ശരിയായില്ല. ചെയ്യാറുണ്ടോ? എന്ത് ദേഷ്യം അറിയോ? ചിലപ്പോ അറിയില്ലേ? അതാ കുട്ടി ചെറുപ്പം, കുട്ടിക്ക് ദേഷ്യം ഒന്നും ആയിരുന്നു. നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ആളെ കിട്ടി അറിയൂലേ? അറിയും, ഉണ്ടാവും, തീർച്ചയായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞ നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടുണ്ട്. നമ്മള് ചിലപ്പോ ചട്ടി എടുത്ത് അടിക്കുന്ന കാരണന്മാരുണ്ടാവും, തല്ലണ കാരണന്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കളെ നമ്മള് ചിലപ്പോ റെസ്പിനല്ലേ റെസ്പിന്റെ ചങ്കാണ് ചങ്ക്. അവന് മുത്താണ് എല്ലാം നിങ്ങളുടെ അധ്യക്ഷനാണ്. നല്ല ഗെയിമാണ് സത്യം നല്ല എന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നതായിരുന്നു. നല്ലല്ലേ, നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഞാനും പോണ്ട്, ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കണ്ട് അവരൊന്ന് വളരട്ടെ. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരാനുള്ള അവസരമല്ലേ? നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം ആ അത്ര ദിവസം കൊണ്ട് നമ്മുടെ ഗെയിം എല്ലാം തീർന്നു. ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോണ്ടാണ് എന്റെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തോരം ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നു, അതെല്ലാവരും നമുക്ക് തിരിച്ചു ഉപദ്രവിക്കുന്ന അതിൽ നേരമുള്ളൂ. അവരൊന്നും ഉപദ്രവിച്ചല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം, അതൊക്കെ അതിൻ്റെ ഭാഗത്തിൽ വിടാം. അവിടെ തീർന്നു. ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തോട്ടെ. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവര്. അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, അതിനുള്ള കഴിവിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ പഠിച്ച പാഠമാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല പാഠമാണ്. കാരണം അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴല്ലേ നമ്മളൊന്നുകൂടെ, അല്ലേ? സത്യമല്ലേ? അല്ലേ? അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴേ നമ്മളൊന്നും എല്ലാവരോട് ക്ഷമിക്കാൻ പഠിക്കും. നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ വായനോട് അവിടെ പോയി തലാശിക്ക് പോകണം. പോട്ടെ. താങ്ക് യു. പിടിച്ചു